ബിൽഡപ്പ് ബേസ് പവർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ പ്രധാനമാണ്. അഥവാ ശരീരത്തിലായാൽ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കേണ്ട അളവ് എത്രയാണോ അതിന്റെ 5 ഇരട്ടി വ്യാസമുള്ള പ്ലാസ്റ്റിക് ഡ്രം മിക്സിംഗിന് പ്രധാനമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഡ്രമ്മിലേക്ക് പ്രോഡക്റ്റ് മുഴുവനായി ഒഴിച്ച ശേഷം അതേ അളവിന്റെ 5 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഉപയോഗിച്ചു തുടങ്ങാം. 30 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലേക്ക് 1 ലിറ്റർ നേർപ്പിച്ച ബിൽഡർ ബേസ് പവർ എന്നതാണ് പ്രയോഗിക്കേണ്ട അനുപാതം. നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് മുറികളിലെ ചുമരിനോട് ചേർന്ന നിലത്ത് 4 ഭാഗത്തും 1 അടി വീതിയിലും 6 ഇഞ്ച് ആഴത്തിലും മണ്ണ് മാറ്റി ബിൽഡർ ബേസ് പവർ നന്നായി സ്പ്രേ ചെയ്യുക. ശേഷം മണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കി നിലമുറപ്പിക്കുക. പിന്നീട് മുറിയുടെ നിലത്തെ മുഴുവൻ ഭാഗവും ബിൽഡപ്പ് ബേസ് പവർ സ്പ്രേ ചെയ്ത് മണ്ണ് നന്നായി നനഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതോടെ ഈ ജോലി പൂർത്തിയായി. ബിൽഡപ്പ് ബേസ് പവർ പൂശിയ നിലത്ത് 2 ദിവസത്തിനകം തന്നെയെങ്കിലും നിലം നനയ്ക്കാതെ PCC, അതായത് നിലം കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ്. സാധാരണയിൽ കവിഞ്ഞ ജലാംശമുള്ള കോൺക്രീറ്റ് ആണ് ഇതിനുത്തമം. ബിൽഡപ്പ് ബേസ് ബിൽഡപ്പ് ബേസ് പവർ ഉപയോഗിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ പ്രധാനമാണ്. അഥവാ ശരീരത്തിലായാൽ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഉപയോഗിക്കേണ്ട അളവ് എത്രയാണോ അതിന്റെ 5 ഇരട്ടി വ്യാസമുള്ള പ്ലാസ്റ്റിക് ഡ്രം മിക്സിംഗിന് പ്രധാനമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഡ്രമ്മിലേക്ക് പ്രോഡക്റ്റ് മുഴുവനായി ഒഴിച്ച ശേഷം അതേ അളവിന്റെ 5 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ഉപയോഗിച്ചു തുടങ്ങാം. ഇത് നിലം കോൺക്രീറ്റ് ചെയ്ത വീടാണ്. കെട്ടിടത്തിന്റെ അകത്ത് 6 ഇഞ്ച് അകലത്തിൽ നീളത്തിലുള്ള 2 വരികളിലായി കൃത്യമായ 6 ഇഞ്ച് വ്യാസത്തിലും 6 ഇഞ്ച് അകലത്തിലും തുളകൾ എടുക്കുകയാണ് വേണ്ടത്. ചുമരുകളോട് ചേർന്ന കോൺക്രീറ്റ് നിലത്ത് ചുമരിന് സമാന്തരമായി ചുമരിൽ നിന്നും 3 ഇഞ്ച് അകലം ആദ്യം വിടേണ്ടതുണ്ട്. ഇത് ഡ്രിൽ ചെയ്യുമ്പോൾ തറയ്ക്ക് പരിക്കേൽക്കാതിരിക്കാനാണ്. ഒരു ACP ഷീറ്റിൽ പ്രത്യേകം തുളയിട്ട് ഒരു ഡൈ തയ്യാറാക്കുന്നത് ഈ ജോലി എളുപ്പമാക്കാൻ സഹായിക്കും. ബോൾട്ടിട്ടടച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്ത് പൊടികൾ നീക്കുന്നത് വീണ്ടും പൊടി തുളയിലേക്ക് തന്നെ വീഴുന്നത് ഒഴിവാക്കാനാണ്. 6 ഇഞ്ച് ആഴത്തിലും അകലത്തിലുമുള്ള ഇപ്രകാരം മുഴുവൻ തുളകളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഓരോ തുളയിലേക്കും വീഡിയോയിൽ കാണുന്ന പ്രകാരമുള്ള വലിയ പ്ലാസ്റ്റിക് സിറിഞ്ച് ഉപയോഗിച്ച് 40 ml വീതം നേർപ്പിച്ച ബിൽഡർ ബേസ് പവർ ഒഴിച്ച് സിമന്റ് ഗ്രൗട്ടിട്ട് നിറച്ച് തുള അടയ്ക്കുകയും ചെയ്യണം. ഇതോടെ ഈ ജോലി പൂർത്തിയായി. ബിൽഡപ്പ് ബേസ്